ഇരിക്കുന്നോ? അല്ലെങ്കിൽ വേണ്ട, നാളെയും വേണ്ടല്ലേ? ഹലോ സാറേ, പോകുന്നില്ലേ? ഇരുട്ടാറായി. ഞാൻ പോവും. ഗോപാല നിക്ക്, ഒരു കമ്പനി താ, എനിക്ക് വേറെ ആരുമില്ല. ഇനി കമ്പനി തന്നാ എന്റെ കമ്പനി പൂട്ടും. അതുകൊണ്ട് മതി. താമസിച്ച സമയം തെറ്റും, വീട് പൂട്ടും. എനിക്ക് എന്റെ വീടും തെറ്റും. അപ്പോ ഗുഡ് നൈറ്റ്. ഇതിന് വരെ മറ്റടുത്ത പരിപാടിയായി പോയി എന്നെ ഒറ്റയ്ക്കാക്കിട്ട്. സമയം കളയണ്ട, നേരെ കൊട്ടാരത്തിലേക്ക് വിട്ടോ. ധൈര്യം പോരെങ്കിൽ മറ്റേ കുപ്പിയിൽ നിന്നും കൊടുത്ത് ഉപയോഗിക്കോ. പേടിയുണ്ടെങ്കിൽ യക്ഷിയെ മനസ്സിൽ വിചാരിച്ചോണ്ട് നടന്നാ മതി. ഹരിക്കുഞ്ഞേ, വിജയനെ കാണുന്നില്ല. അവൻ അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ കുട്ടിയെ പുറത്തു വിട്ടത് ശരിയാണോ? പുറത്തു വിട്ടോ? ആര്? മദ്യം തീർന്നു എന്ന് പറഞ്ഞ് വാങ്ങാൻ പോയിട്ട് നേരം കുറേ ആയി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സണ്ണിയുടെ ലക്ക് കെട്ട് കിടക്കുക. ഇടയ്ക്കൊന്ന് ഉണർന്നപ്പോഴാ പറഞ്ഞത്. കുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയ കഷ്ട. ഹരിക്കുഞ്ഞെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പോകരുതെന്നൊരു 1000 വട്ടം പറഞ്ഞതാ കിട്ടണേ. എരുമേലി സാർ അവിടെ കുളിക്കാൻ പോയിരിക്കുക. അയാൾ പറഞ്ഞു വിട്ടതാവും. സാറിന്റെ അനുവാദം ഇല്ലാതെ വിജയ് പോവില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, സാറിനോട് ചോദിക്കണം. കുഞ്ഞേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എത്രയും വേഗം നമുക്ക് പോയി അന്വേഷിക്കണം. ഈശ്വര, ഓർക്കുമ്പം പേടിയാവുക. കിട്ടണി വാ. എനിക്കെന്നാ പേടിയൊന്നുമില്ല. എടി യക്ഷി, നീ യക്ഷിയാണെങ്കിൽ ഞാൻ യക്ഷനാ. ധൈര്യം ഉണ്ടെങ്കിൽ കാറ്റിനകത്ത് വിളിച്ചിരിക്കാൻ നീ മതി. പാവം അനൂപിനെയും ഗോപനെയും നീ കൊണ്ടുപോയി. പക്ഷേ നിന്റെ കളി എന്റെ അടുത്ത് നടക്കൂല. കജയെന്ന് അരിഞ്ഞു കഴിഞ്ഞാ നിന്നെ. പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക. ഇവിടെ ഇനി ഇത് പേരുമേലിക്കും പന്തളത്തൊന്നും കൊടുക്കണ്ട. യോ, ഇനി ഇതിന്റെ പേരെയാണ് വല്ലവനും ആണിയടിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? എന്നാ നീ ഇവിടെ തന്നെ നിന്നോ. പിന്നെ ഇനി നിന്റെ മേക്കെട്ടെങ്ങാണ് വല്ലവനും കയറാൻ വന്നാ ദേ ഇങ്ങോട്ട് ഇവിടെ എന്നോട് പറഞ്ഞാൽ മതി. അവളെ ഞാൻ ഓമനെ, അപ്പൊ നീയാണല്ലേ രാത്രി കാട്ടിലൂടെ പാട്ടും പാടി ചുറ്റിക്കറങ്ങുന്നത്? ഞാൻ വെറുതെ. അതിരിക്കട്ടെ, സാറെന്താ ഈ നേരത്തെ ഇതുവഴി? ഞാൻ ആ ഗോപാലിനെ ഒന്ന് കാണാൻ പോയതാ, ഒരു കുപ്പി പട്ട വാങ്ങിക്കാൻ. രണ്ടുപേരെ അവള് കൊണ്ടുപോയില്ലേ? പറ്റുമെങ്കിൽ അവൾ എന്നെ ഒന്ന് കൊണ്ടുപോട്ടെ. എന്നാലും ഈ അസമയത്ത് സാറ് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ രാത്രിയില് വഴി അറിയാനും ബുദ്ധിമുട്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. എന്താ സാറേ ഇത്? ഞാനല്ലേ വിളിക്കുന്നത്? വിജയ്, 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 കുഞ്ഞേ, വിജയ്, കുഞ്ഞേ, വിജയ്.
ആയുസിന്റെ ബലം കൊണ്ടാ ഈ കുട്ടി അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്താ ഇതിന്റെ ഒരു പരിഹാരം? ഞാനും അതാ ആലോചിക്കുന്നത്. എന്താ പറ്റിയേ? ഭാഗ്യം കൊണ്ട വിജയൻ നമുക്ക് തിരിച്ചു കിട്ടിയേ. ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അതെ, ഈ കുട്ടി കാട്ടിൽ വീണ് കിടക്കുകയായിരുന്നു. ഒന്ന് വ്യക്തമായിട്ട് പറ ഹരി, വിജയൻ എന്താ പറ്റിയേ? എന്ത് പറ്റാനാ? കള്ളു കുടിച്ച് ബോധമില്ലാതെ കാട്ടിൽ വീണുപോയി. അപ്പോഴും പോക്കറ്റിലുണ്ടായിരുന്നു മറ്റവൻ. എന്നിട്ട് അതവിടെ? അത് ഞങ്ങളെടുത്ത് കളഞ്ഞു. ഈ കഴുത്ത് എങ്ങനെയാ മുറിഞ്ഞേ? അത് പിന്നെ അത് കാടല്ലേ, വീഴ്ചയിൽ വല്ല കല്ലോ മുള്ളോ തട്ടിയതാവും. കാട്ടിലേത് കല്ല്? ഫിറ്റായി കാട്ടിൽ വീണപ്പോ എന്തോ തട്ടി മുറിഞ്ഞതാ. ബോധമില്ലാതെ കാട്ടിലൂടെ നടന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതെ, വെള്ളം ഒഴിക്കാതെ അടിച്ചു കയറ്റി കാട്ടിലിറങ്ങിയാലേ ഇതുപോലെ പലതും സംഭവിക്കും അല്ലേ? പ്രൊഫസർ ശംഖു അല്ലേ വിളിച്ചോ? കേട്ടില്ലേ? ഇല്ല. അയ്യോ, ഞാൻ നോക്കിട്ട് വരാം. മിണ്ടണ്ട. എന്താ ഹരി ഇതിന്റെ അർത്ഥം? വിജയനെ ഹരിക്കുഞ്ഞേ. ഇല്ല, ഞാൻ പറയും. എല്ലാം ഇവരറിയണം. നീലയുടെ കയ്യിൽ നിന്ന് ഇവനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയായിരുന്നു ഞാനും കിട്ടുണിയും കൂടി. അതിന്റെ കോപം അവൾക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ അനുസരിക്കുമോ? ഇന്ന് രാത്രി എല്ലാരും ഈ മുറിയിൽ തന്നെ കഴിയണം. ആരും പുറത്തിറങ്ങരുത്. ഹരിക്കുഞ്ഞിന്റെ കഴുത്തില് രക്ഷയുള്ളത് കൊണ്ട് ഇതിനകത്ത് അവളുടെ ശല്യം ഉണ്ടാവില്ല. കിട്ടുണ്ണേട്ടാ, ഇതിനെ നേരിടാൻ ഒരു വഴിയില്ലേ? അതിന് ഒരു മാർഗമേ ഉള്ളൂ. ഒരേ ഒരു മാർഗം. കാട്ടിലൂടെ കുറച്ചു ദൂരം നടക്കണം. അറിയാം. ഇനി ഇവിടെ പലതും നടക്കും. ഓം ഹ്രീം കൃഷ്ണവാസ നരസിംഹവദനി മഹാഭൈരവി പരകർമ്മ ഹും ഫട് സ്വാഹ.